ആര്യൻ്റെ കള്ളത്തരം കയ്യോടെ പൊക്കി ബിഗ് ബോസ്, ഉറഞ്ഞു തുള്ളി അനീഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ മൂന്നാമത്തെയും അവസാനത്തെയും വീക്കിലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ജയിച്ച ആൾക്ക് ടിക്കറ്റ് ടു ഫിനാലയിൽ ഒരു പരിഗണന കിട്ടുമെന്ന് ബിഗ് ബോസ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യം തന്നെ ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. അതായത് കൺസൾട്ടേഷൻ റൂമിലേക്ക് നമ്മുടെ ലെറ്റർ വായിക്കാനായിട്ട് അനുവിനെയാണ് വിളിക്കുന്നത്. ടാസ്കിൻ്റെ പേര് വരുന്നത് സ്ക്രാച്ച് ആൻഡ് വിൻ എന്നാണ്. നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ടാസ്ക് തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇവിടെ കുറേ കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസ് ഏരിയയിൽ, ബിഗ് ബോസ് ഹൗസിൻ്റെ കുറേ ഏരിയകളുണ്ടല്ലോ, ആ ഏരിയകളിലായിട്ട് കുറേ കാർഡുകൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും പല ഏരിയകളിലായിട്ട്. അപ്പോൾ ഇത് ഒളിപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് തന്നെ കുറേ കാർഡുകളൊക്കെ ഇവർ കാണുന്നുണ്ട്. അതിൽ 1, 2 എന്ന് പോയിന്റുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും എന്ന് പറയുന്നു. ചില കാർഡുകളിൽ പണികളും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബസർ അടിക്കുമ്പോൾ ഓടിപ്പോയി കാർഡ് എടുക്കണം എന്ന് പറയുന്നു. ബസർ അടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഓടുന്നു. കാരണം എല്ലാം നോക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് നമ്മുടെ അനു പോവുകയാണ് ചെയ്യുന്നത് ലെറ്റർ വായിക്കാനായിട്ട്. അപ്പോൾ അനു പോയിട്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസിനോട്, ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്, ഒരു കാർഡ് കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് സാരമില്ല, ആരോടും പറയണ്ട എന്ന് പറയുന്നു. അപ്പോൾ അനു അവിടെ വെച്ച് ലെറ്റർ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് വായിക്കുന്നുണ്ട്. ലെറ്റർ വായിച്ച ഉടനെ തന്നെ എല്ലാവരും കാർഡ് എടുക്കാനായിട്ട് ഓടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ബസർ അടിച്ചിട്ട് എടുക്കാവൂ എന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് ബസർ അടിക്കുന്നു. എല്ലാവരും ഓടിപ്പോകുന്നു. അവരവർ കണ്ട സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു, കാർഡ് എടുക്കുന്നു. അതൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അനീഷ് ഒന്നും പിടികിട്ടില്ല. ഈ ഗെയിം എവിടെയാണെന്നും പോലും അറിയുന്നില്ല. അനീഷ് ഒന്നും പിടികിട്ടില്ല. അനീഷ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നൂറയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അതുപോലെ ആരിനും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ആര്യൻ ഇവിടെ ഒരു കള്ളത്തരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രാച്ച് ഉണ്ടല്ലോ, സ്ക്രാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. അത് ലൈവിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കും. അത് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പല കാർഡുകൾ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അതായത് സ്ക്രാച്ചിങ് നോക്കിയിട്ടായിരിക്കും ആര്യം ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അത് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പതിയുന്നുണ്ട്. അപ്പോൾ ആര്യൻ്റെ പക്ക കള്ളത്തരമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ക കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കള്ളത്തരം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട് അനീഷിനോട് ബെഡിൻ്റെ മുകളിൽ നിന്ന് കാർഡ് കിട്ടുന്നുണ്ട്, അനീഷിൻ്റെ ബെഡിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ നൂറ അനീഷിനോട് പറയുന്നു, എടാ മണ്ട, നിങ്ങളുടെ ബെഡിൻ്റെ മുകളിൽ തന്നെ ഉണ്ടല്ലോ കാർഡ് എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് നേരെ പോയി നോക്കുന്നത് എവിടെ, അനുവിൻ്റെ ബെഡിൻ്റെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്, അവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. എന്നിട്ട് 2 കോയിനാണ് നമ്മുടെ അനീഷിന് കിട്ടുന്നുള്ളൂ. അവസാനം റിസൾട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദിലയ്ക്ക് 4 കോയിൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ബേഡ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം അത് ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദിലയുടെ ബേഡ് കാർഡ് ഉണ്ടല്ലോ, അത് ഗോൾഡൻ കാർഡാണെന്ന് പറയുന്നുണ്ട് അവിടെ എല്ലാവരും. അപ്പോൾ ആരിന് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും നോക്കുകയാണ്. അപ്പോൾ സ്ക്രാച്ച് ചെയ്ത് ആ സമയത്താണ് ആരും ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്നിട്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നു, ഓരോന്നും പോക്കറ്റിൽ വയ്ക്കുന്നു, പിന്നെയും സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നു, പോക്കറ്റിൽ വയ്ക്കുന്നു, പിന്നെയും സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നു, പോക്കറ്റിൽ വയ്ക്കുന്നു. അങ്ങനെ കുറേ എണ്ണം പോക്കറ്റിൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പോയിന്റ് പറയുകയാണ്. അപ്പം നെവിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. നെവിന് കിട്ടിയിരിക്കുന്നത് 11 കോയിനാണെന്ന് പറയുന്നു. നൂറയ്ക്ക് 19 കോയിൻ എന്ന് പറയുന്നു. സാബുവിന് 15 കോയിൻ കിട്ടിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ അക്ബറിന് 8 കോയിനാണ് കിട്ടിയെന്ന് പറയുന്നു. ലക്ഷ്മിക്ക് 6 കോയിനാണ് കിട്ടിയെന്ന് പറയുന്നു. ഷാനവാസിന് 16 കോയിൻ കിട്ടിയിരിക്കുന്നു. അനീഷിന് 3 കോയിൻ മാത്രമാണ് കിട്ടുന്നത്. അനുവിന് 12 കോയിൻ കിട്ടുന്നുണ്ട്. അതിലേക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. 4 കിട്ടിയിരുന്നു, അത് റദ്ദാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ആരിന് 20 കോയിനാണ് കിട്ടുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നോട് കള്ളത്തരം വേണ്ട, നമ്മൾ പ്രമോല് കണ്ട പോലെ തന്നെ എന്നോട് കള്ളത്തരം വേണ്ട, ആരാ കോയിൻ ഒളിപ്പിച്ച് വെച്ചത്. അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞത്, ഇത് ബിഗ് ബോസ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആര്യൻ കൈ വെക്കുന്നുണ്ട്. മണ്ടത്തരം കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം കാട്ടി. ബിഗ് ബോസ് ഇത് ചോദിക്കുന്നത് ആര്യന് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അത് ചോദിച്ച സമയത്ത് ഇത് കൈയോടെ പൊക്കുമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല ആർക്കും. അപ്പോൾ ഇത് കൈയോടെ പൊക്കുന്ന സമയത്ത് ആരും കൈ പൊക്കിയിട്ട് ഞാനാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും അയ്യേ കള്ളക്കളി എന്നോട് വേണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആര്യനെ കളിയാക്കുന്നുണ്ട്. ആര്യന് 2 പണി കൊടുക്കുന്നുണ്ട്. അതായത് ആ സ്ക്രാച്ച് ചെയ്ത് നോക്കാൻ പറയുന്നു. അപ്പോൾ അതിനകത്ത്
രണ്ട് പണികളെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വെജ് മാത്രമേ കഴിക്കാവൂ, നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അനീഷ് ഇത് അറിഞ്ഞ ഉടനെ തന്നെ, അതായത് ആരിൻ്റെ കയ്യിലാണ് കള്ളത്തരം എന്ന് പറഞ്ഞപ്പോൾ അനീഷ് ഉടനെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അനീഷ് പറയുന്നു റദ്ദാക്കണം 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 എന്ന് പറഞ്ഞ് ചാടി തുള്ളാൻ തുടങ്ങി. അപ്പോൾ സത്യസന്ധതയില്ലാത്ത, ഒട്ടുമില്ലാത്ത, കള്ളനാണ്, ചതിയനാണ്, റെസ്പെക്റ്റ് ഇല്ലാത്ത, അൺഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി തുള്ളാൻ തുടങ്ങി. ആര്യൻ നിരന്തരമായി ചെയ്ത കാര്യമാണ് ഇത് റദ്ദാക്കണം, ആര്യൻ്റെ ഈ ടാസ്കിലെ അതുപോലെ തന്നെ കഴിഞ്ഞ ടാസ്കിലെ എല്ലാം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങി ചാടി തൊടല്. അപ്പോൾ ആര്യൻ്റെ എല്ലാ പോയിന്റും റദ്ദാക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നുണ മാത്രം പറയുന്ന ചതിയൻ, വഞ്ചകൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആര്യനെ കുറിച്ചിട്ട്. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഏറ്റുപിടിക്കുകയാണ്, ഇത് അൺഫെയർ ആണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു പണിയും പണിഷ്മെൻ്റൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും ആരാണ് വിജയിച്ചതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ആരാണ് വിജയിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ടാസ്കിനകത്ത് എന്തായാലും ലീഡിങ്ങിൽ ആര്യനാണല്ലോ, അപ്പോൾ എന്തായാലും ആര്യൻ തന്നെ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നില്ല, കാരണം വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം അതിനകത്ത് ബേഡ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 16 പോയിൻ്റേ കിട്ടത്തുള്ളൂ. അപ്പം ആര്യൻ തന്നെയാണ് ലീഡിങ്ങിൽ. അപ്പോൾ വെറുതെ വാദിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് ശക്തമായിട്ട് വാദിക്കുന്നത് 2 പേരാണ്. നമ്മുടെ അനീഷ് നന്നായിട്ട് വാദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി, അതുപോലെ തന്നെ ഷാനവാസ്, നൂറ, എല്ലാവരും തന്നെ. ബാക്കി കുറച്ച് പേരാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ കടന്ന് റദ്ദാക്കണം, ടാസ്ക് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ഫൈനൽ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആര്യന് 230 പോയിൻ്റാണ് കിട്ടുന്നത്, അനീഷിന് 183 പോയിൻ്റ്, അനുവിന് 159 പോയിൻ്റ്, നെവിന് 131 പോയിൻ്റ്, ആദിലയ്ക്ക് ഈ ടാസ്കിലൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ സെയിം പോയിൻ്റ് 117 പോയിൻ്റ്, ലക്ഷ്മിക്ക് 99 പോയിൻ്റ്, അക്ബറിന് 67 പോയിൻ്റ്, നൂറയ്ക്ക് 68 പോയിൻ്റ്, ഷാനവാസിന് 62 പോയിൻ്റ്, സാബുവിന് 55 പോയിൻ്റ്. ഇങ്ങനെയാണ് ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇതുവരെയും കൊടുത്തിട്ടില്ല, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെയും കൊടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ടിക്കറ്റ് ടു ഫിനാലയിലെ പരിഗണന കിട്ടാൻ പോകുന്ന ആളെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ടാസ്കിൻ്റെ വിജയം ഉടനെ പ്രഖ്യാപിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ 2 പണിഷ്മെൻറ്റ് കൊടുത്തല്ലോ, ഇനി വേറെ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് അറിയത്തില്ല. അതായത് ഈ ആരിൻ്റെ ഈ പോയിൻ്റൊക്കെ റദ്ദാക്കി കളയുമോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ലീഡിങ്ങിൽ നമ്മുടെ ആര്യനും, 2ാം സ്ഥാനത്ത് നമ്മുടെ അനീഷും, 3ാം സ്ഥാനത്ത് അനുമോളും. ഇങ്ങനെയാണ് ടോപ്പ് 3 എന്ന് പറയുന്നത്. എന്തായാലും വിജയിക്കുകയാണെങ്കിൽ ആര്യന് തന്നെയായിരിക്കും കൊടുക്കുക. എന്തായാലും സെക്കൻഡ് സ്ഥാനത്ത് നമ്മുടെ അനീഷും ഉണ്ടാകും, വേറെ ആർക്കും തന്നെ കയറി വരാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.